ലെഫ്റ്റനന്റ് ആരൻ ഹീറ്റ്സ് ഈസ് ഹാറ്റ്. ഇത് എഴുതിയത് ഐറോണിസ എ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ പ്രൊഫൈലിൽ നോക്കണം കേട്ടോ, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് എടുത്തത് ലെറ്റ്സ് പ്ലേ എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് സ്റ്റോറിന്റെ കളക്ഷൻ നിന്നാണ് ഇത് എടുത്തത്. ലെറ്റ്സ് പ്ലേ. ഇത് പബ്ലിഷ്ഡ് ബൈ പെൻഗ്വിൻ. ഇത് വേണമെങ്കിൽ ചോദിക്കാം, വൺബടി ആരാ പബ്ലിഷ്ഡ് ബൈ പെൻഗ്വിൻ. ഒരു ടിപ്പിക്കൽ ഒരു ഇന്ത്യൻ സ്റ്റോറിയാണ്. ഒരു കബഡിയിൽ ഇമ്പോർട്ടൻറ്റും അതിലിങ്ങനെ പറയുന്ന ഒരു സ്റ്റോറിയാണ് ഈ കഥ. ഈ ഒരു ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു സുന്ദർ കപൂറാണ്. സുന്ദർ കപൂറും അദ്ദേഹത്തിന്റെ വൈഫ് സരള, പിന്നെ ഒരു 13 വയസ്സുള്ള മോനുണ്ട് അശ്വിൻ തന്നെ. അപ്പൊ ഓരോ വില്ലേജ് എന്ന് വെച്ചാൽ കബഡിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു വില്ലേജാണ്. അപ്പൊ സുന്ദർ കപൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കബഡിയിൽ ഇഷ്ടപ്പെട്ട ഭയങ്കര കബഡി ഇഷ്ടമാണ്. അതുകൊണ്ട് ഭയങ്കര ആക്റ്റീവായ പേഴ്സൺ ആണ്. അങ്ങനെയാണ് സുന്ദർ കപൂർ. അപ്പൊ ഇവരെ കബഡിയിലെ ഇവരെ നെയ്ബർ വില്ലേജ് ഉണ്ട്, ദിൽഷാൻ ദീവാർ. ഇത് രണ്ടും എന്താണ് അയൽവക്കവാറ, ഇങ്ങനെ നെയ്ബർ വില്ലേജസ് ആണ്, ഗ്രാമപ്രദേശം. അങ്ങനെ ഒരിക്കൽ മനോഹർ രാം എന്ന് പറഞ്ഞ ആളുണ്ട്. മനോഹർ രാം എന്ന് വെച്ചാൽ റിച്ച് ആൻഡ് ബിസിനസ് മാൻ ആണ്. അപ്പോൾ മനോഹർ രാം ഒരിക്കൽ ഇലക്ഷൻ എന്ന സമയത്ത് ദിൽഷാനിൽ പോയിട്ട് പറഞ്ഞ് മനോഹർ രാമിന് രണ്ടിടത്തും വീടുണ്ട്, ഹൗസ് ഉണ്ട്. അതുകൊണ്ട് ദിൽഷാനടുത്ത് പോയിട്ട് പറഞ്ഞ് മനോഹർ രാമിന്റെ ഫാദർ ധീരജ് രാം ഈ നാട്ടിലെല്ലാം ഇങ്ങനെ ഉണ്ട്, ഈ നാടാരി നല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദീവാറിൽ പോയിട്ട് പറഞ്ഞ് അമ്മ രുക്മണി ദേവിക്ക് ഈ നാട്ടിൽ ചില ബന്ധങ്ങളുണ്ട്, പഴയ വീടിൽ ഇടയെന്നു പറഞ്ഞിട്ട് പറഞ്ഞു. ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് രണ്ട് സ്ഥലത്തും ദീവാറും ദിൽഷാനിലും ഈ മനോഹർ രാം ഇലക്ഷനിൽ വിജയിച്ച്. എന്നിട്ട് മനോഹർ രാം എന്താക്കി, ദീവാർ തെരഞ്ഞെടുത്ത് ദീവാർ ഗിവപ്പ് ചെയ്ത്, ദീവാർ തെരഞ്ഞെടുക്കാണ്ട് ദിൽഷാൻ മനോഹർ രാം തെരഞ്ഞെടുത്ത്. അപ്പൊ ഇത് രണ്ടു വില്ലേജൊക്കെ ഒരു ഹോസ്റ്റൽ ഉണ്ടാക്കി, ദേശം ഉണ്ടാക്കി അപ്പുറം. കുറച്ച് കഴിഞ്ഞ ശേഷം മനോഹർ രാമിന് ഭയങ്കര ഗിൽട്ട് തോന്നി. അതായത് ഗിൽട്ട് എന്ന് വെച്ചൊരു കുറ്റബോധം. ഞാൻ കാരണം ഈ രണ്ട് വില്ലേജസ് തമ്മിൽ തെറ്റിയല്ലോ എന്നുള്ളതിൽ ഇവർ രണ്ടും ഒന്നും കൂടി ടുഗെദർ ആക്കാൻ പറ്റും, ഒന്നിക്കാൻ പറ്റും. മനോഹർ രാം എന്താക്കി, ഒരു കബഡി മത്സരം വെച്ച്. ഈ കബഡി മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് എന്താണ് സമ്മാനം? ഒരു ഗോൾഡിന്റെ രുക്മണി ദേവി ട്രോഫിയാ അങ്ങനെയായിട്ട് എന്തോ കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ പീപ്പിൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ കളി അഡൽട്ട്സിനല്ല, വലിയാക്കല്ല, ചിൽഡ്രൻസിനുള്ള ഗെയിമാണ്. അപ്പൊ ദിൽഷാൻ വില്ലേജിലെ പിള്ളേർക്ക് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കബഡിയും ഇഷ്ടമല്ല, ഓർക്ക് ഇഷ്ടം ഇങ്ങനത്തെ ഫുട്ബോളും ക്രിക്കറ്റെല്ലാം ഇഷ്ടം. അതുകൊണ്ട് ഓരെല്ലാം പറഞ്ഞാൽ എന്തായാലും നമ്മൾ കളിക്കാൻ പോയാൽ ഓർക്ക് കളി ഇതുവരെ അറിയില്ല, നമ്മൾ കളിക്കാൻ പോയി ഡെഫിനറ്റ്ലി ദീവാറായിരിക്കും വിജയിക്കാം, അതുകൊണ്ട് കളിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആണ് ലെഫ്റ്റനന്റ് ആരന്റെ ക്യാരക്ടർ വരുന്നത്. ലെഫ്റ്റനന്റ് ആരൻ എന്ന് വെച്ചാൽ 65 വയസ്സുള്ള ഒരു റിട്ടയർഡ് ലെഫ്റ്റനന്റ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യ സോനുവിന്റെ പണി എന്താണെന്ന് വെച്ചാൽ ബേക്ക് അതായത് നല്ല നല്ല പാസ്റ്റേജുകൾ ഉണ്ടാക്കല്. അപ്പൊ ഇവരെന്നാണ് ജീവിക്കല് ചെറിയൊരു വീട്ടിലാണ്, പക്ഷെ എലഗന്റ് ആണ്, നല്ല അടിപൊളി ചെറിയൊരു അടിപൊളി ഒരു വീട്ടിലാണ് ഇവർ നിൽക്കല്. ഇവർക്കൊരു ബേക്കറി ഉണ്ട്, ടേസ്റ്റ് ബഡ് എന്നൊരു ബേക്കറി. ഇവരങ്ങനെ ബേക്കറി. അപ്പൊ ലെഫ്റ്റനന്റ് ആരെന്ന് നല്ല പൊലൈറ്റ് മാനാണ്. ഭയങ്കര ക്യാരക്ടർ സ്കെച്ച് എല്ലാം ചോദിച്ചാൽ ഭയങ്കര പൊലൈറ്റ് ആണ്, അങ്ങനെയാണ്, ഭയങ്കര സത്യസന്ധതയുള്ള മാനാണെന്നെല്ലാം പറ്റി. പിന്നെ എന്താണ്, ആ സമയത്ത് ഇവർ കളിക്കൂലെന്ന് പറഞ്ഞ സമയത്ത് ലെഫ്റ്റനന്റ് ആരന് ഇവരോട് ദിൽഷാന്റെ പിള്ളേർ പറഞ്ഞ്, നിങ്ങളുടെ ദീവാറിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വിന്ന് ചെയ്താൽ, ദീവാറിനെ ഡിഫെൻഡ് ചെയ്തിട്ട് വിന്ന് ചെയ്താൽ ഞാൻ എൻ്റെ ഹാറ്റില്ല അത് ഞാൻ തിന്നും, ഈറ്റ്. അന്നേരം എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ എന്തായാലും ഹാറ്റ് എങ്ങനെ തുന്നലെന്നാക്കി. അപ്പൊ ചില പറഞ്ഞ് അയാളെ തല എങ്ങനെയില്ലേ നമുക്ക് കാണണം. പിള്ളേരെല്ലാം പറഞ്ഞു ചിലപ്പോൾ വിയേർഡ് ഇരിക്കും, ചിലപ്പോൾ ബാൾഡ് മൊട്ടത്തല ഇരിക്കും, ചിലപ്പോൾ എന്താ മുടിയുടെ കളറ് നരച്ചതായിരിക്കും, അങ്ങനെ ഇരിക്കും. എന്നിട്ട് പല കമന്റെല്ലാം പറയാൻ തുടങ്ങി. എന്നിട്ട് ആ ഒരു ചാലഞ്ചിൽ ലെഫ്റ്റനന്റ് ആരന്റെ, അതായത് ഇവരെ ദീവാറിനെ തോൽപ്പിക്കുന്നതിനേക്കാളും പകരം ലെഫ്റ്റനന്റ് ആരനെ ആ തൊപ്പി തിന്നണോ എന്നുള്ള രീതിയിൽ ഇവരെ കളിക്കാനും സമ്മതിച്ച്. അപ്പൊ ആദ്യം ഇവരെ പോയത് സുന്ദർ കപൂറിന്റെ അടുത്തേക്കാണ് പഠിപ്പിച്ചാലും ചോദിച്ചിട്ട്. അപ്പൊ ആദ്യം സുന്ദർ കപൂർ ഇല്ല പഠിപ്പിച്ചാൽ കിടക്കാൻ ഒരു വീക്കേ ഉള്ളൂ, ഇപ്പൊ പഠിച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കഴിയൂലെന്ന് പറഞ്ഞത്. എന്നിട്ട് പിന്നെ നിർബന്ധിച്ചിട്ട് ലാസ്റ്റ് അങ്ങനെയുള്ള പഠിപ്പിച്ച്. അശ്വിനാണ് ക്യാപ്റ്റൻ ഉണ്ടായത്, ലീഡർ. അങ്ങനെ ഇവരെ ആ കോമ്പറ്റീഷൻ്റെ അന്ന് നോക്കുമ്പോൾ ഇവരെ ദിൽഷാന്റെ പിള്ളേരെ ഗെയിം കണ്ട് സുന്ദർ കപൂർ പോലും നെട്ടിപ്പോയി, കാരണം അത്രക്കും അടിപൊളിയായിട്ടാണ് ഇവർ കളിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ദിൽഷാൻ ജയിച്ചു. അപ്പൊ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിലൊരു കുട്ടി പറഞ്ഞ് നിങ്ങളെ ഹാറ്റ് തിന്ന്, അന്നേരം തൊപ്പി എടുത്തിട്ട് ഹാറ്റ് തിന്നുന്നുണ്ട്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ വൈഫ് സോനു ഉണ്ടാക്കി കൊടുത്ത അടിപൊളിയായ തിന്നാൻ പറ്റുന്ന ഒരു തൊപ്പിയാണ് ലെഫ്റ്റനന്റ് ആരൻ ഇട്ടത്. ലെഫ്റ്റനന്റ് ആരൻ അങ്ങനെ പറഞ്ഞില്ലാന്ന് വെച്ചാൽ ഇവർ ഗെയിമിന് പങ്കെടുക്കാനും ഇവർക്ക് ഒരു സ്പിരിറ്റ് ചലഞ്ചോ ഇത് ചെയ്യാൻ പറ്റാണ് ഞാൻ തൊപ്പി തിന്നു, ഇവർ ഗെയിമിനൊക്കെ പങ്കെടുക്കാൻ പറ്റാന്ന് ലെഫ്റ്റനന്റ് ആരൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ഈ ഒരു സംഭവം ഭയങ്കര കോമഡി ആയിട്ടാണ് എടുത്തത്, ഹ്യൂമറസ് ആയിട്ടാണ് എല്ലാവരും ഭയങ്കര എടുത്തത്. അപ്പൊ ഈ തൊപ്പി എടുക്കുന്ന സമയത്ത് എന്താ പറയാ, മനോഹർ രാമില്ലേ ഇലക്ഷൻ നിന്ന്, മനോഹർ രാം ലെഫ്റ്റനന്റ് ആരനോട് ചോദിച്ചിട്ട് പറഞ്ഞ് ഇയാൾ ആറുമുഖം അല്ലേന്ന് ചോദിച്ചു. ആറുമുഖം. അപ്പൊ ശരിക്കും ലെഫ്റ്റനന്റ് ആരൻ്റെ അല്ല, ആറുമുഖമാണ് ശരിക്കും. അപ്പോൾ ഇയാൾ ആറുമുഖം അതായത് വേഷം മാറിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് തരാം. ഇപ്പോൾ ഇപ്രാവശ്യം ദിൽഷാനാണ് നിന്ന സമയത്ത് ഈ പ്ലേസും ഇവിടുത്തെ പീപ്പിൾസിനും ഭയങ്കര ഇഷ്ടപ്പെട്ടോണ്ട് പിന്നെ ഇവിടെ സ്റ്റേ ആക്കിയതാണ്
ഇയാൾ ആറുമുഖം ലെഫ്റ്റനന്റ് ആരൻ്റെ പേര് വന്നിട്ട്. പക്ഷെ എല്ലാവരും ഭയങ്കര കോമഡി തന്നെ എടുത്തത്. അപ്പോൾ ഇയാളെ പുള്ളർമാരെല്ലാം ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടില്ലേ, കാരണം ഇയാളെ മുടിയെന്ന് വെച്ചാൽ എല്ലാവരും വിചാരിച്ച മൊട്ടത്തലയായിരിക്കും, ബാൾഡ് ആയിരിക്കും. പക്ഷെ ഒന്നുമില്ല, സാധാ നോർമൽ മുടിയാണ് ഉണ്ടായത്. ഇയാൾ എന്തിനാണ് ഇപ്പോൾ തൊപ്പി ഇടുന്നത് വെച്ചാൽ ഇയാൾക്ക് കോൾഡ് ഉണ്ട്. അപ്പോൾ ഈ വൈഫ പറഞ്ഞ ഇത് തൊപ്പി വെച്ചിട്ട് കോൾഡ് പ്രിവെന്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഇപ്പോഴും തൊപ്പി ഇടുന്നത്. കഥ ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര ഹ്യൂമറസ് കഥയാണ് എന്നെല്ലാം മറ്റേ എഴുതി കൊടുത്തത്. സ്പോർട്സിൽ ഇഷ്ടപ്പെടുന്നതൊക്കെ ഇഷ്ടപ്പെടും എന്നെല്ലാം മറ്റേ എഴുതി കൊടുത്തത്. ചുരുക്കി പറയുകയാണെങ്കിൽ ദിൽഷാനും ദിവാറും തമ്മിൽ രണ്ട് നെയ്ബേഴ്സ് ഫാമിലിൻ്റെ ഇടയ്ക്കുണ്ടായ ഒരു മനോഹരാമൻ എന്ന ഒരാൾ വന്നിട്ട് ഇലക്ഷൻ നടത്തി. അങ്ങനെ ഇവർ തമ്മിൽ ദേഷ്യപ്പെട്ട് ഈ മനോഹരാമിന് ഗിൽട്ട് തോന്നിയിട്ട് മനോഹരാമൻ എന്താക്കി ഒരു മത്സരം വെച്ച് കബഡിൻ്റെ. അപ്പോൾ ആദ്യം ദിൽഷാൻ കളിക്കില്ലെന്ന് പറഞ്ഞ് ലാസ്റ്റ് ലെഫ്റ്റനന്റ് ആനോട് തൊപ്പി തിന്നാന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റനന്റ് ആനോട് കളിക്കാൻ പറഞ്ഞു. ലെഫ്റ്റനന്റ് ആനോട് പറഞ്ഞു ഇവർ കളിക്കും തീരുമാനിച്ച്. അങ്ങനെ ഇവർ തമ്മിൽ കളിച്ച് ദിൽഷാൻ ജയിച്ച. അപ്പോഴത്തേക്ക് ലെഫ്റ്റനന്റ് ആനോട് ശരിക്കും ആറുമുഖമാണ്. ലെഫ്റ്റനന്റ് ആനോട് തൊപ്പി എഡിബിളാണ്. ഇവർക്ക് ഒരു ചലഞ്ച് സ്പിരിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ലെഫ്റ്റനന്റ് ആനോട് അങ്ങനെ ഒരു കളവ് പറഞ്ഞത്. അത്രയും ഈ പോയത്തിൽ ചുരുക്കി പറഞ്ഞുള്ളൂ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോയമാണ്, ഹ്യൂമറസ് ആണ്, സ്പോർട്സ് ആണ്, ഭയങ്കര ഉള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് എഴുതിയാൽ മതി.